ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് സർ ഈ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് എത്രത്തോളം പ്രതീക്ഷിക്കാൻ സാധിക്കും? ലോകത്തെല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാം. കാരണം കേരളം നന്നായിട്ട് പരുവപ്പെടുത്തിയെടുത്ത ഒരു ഭൂമിയാണ്. വിത്ത് ഇട്ടാൽ മതി, വിളഞ്ഞങ്ങ് വരും. ശങ്കരൻ്റെ ഭൂമിയാണിത്, നാരായണഗുരുവിൻ്റെ ഭൂമിയാണിത്, മാധവൻ്റെ ഭൂമിയാണിത്. ഏതൊക്കെ രംഗത്താണ് നമുക്ക് പ്രതിഭകളില്ലാത്തത്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയാൽ പിന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പണ്ട് മുതലേ ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്ന പ്രദേശമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലും ഏറ്റവും വിദ്യാഭ്യാസപരമായി ഉന്നതി നേടിയ പ്രിൻസ്ലി സ്റ്റേറ്റ് തിരുവിതാംകൂർ, കൊച്ചി, മൈസൂർ, ബറോഡ, ജയ്പൂർ രാജ്യങ്ങളാണ്. ഇന്നും നോക്കിയാൽ അത് വേറെ സംസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമാണെങ്കിലും ആ പ്രദേശങ്ങൾ ഇന്നും അത് സൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ കൊച്ചി ഇത് രണ്ടും പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. വിദ്യാഭ്യാസപരമായിട്ട് നല്ല നിലവാരം ഉണ്ടായിരുന്നു. പിന്നെ ഈ മലബാർ പ്രദേശം ആണ് അതിലേക്ക് വന്നത്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് അതേ നിലവാരം മലബാറിനുണ്ടായിരുന്നു. മലബാറിലെ ധരംപാലിൻ്റെയൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പുസ്തകം ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ട്രീ. അതിൽ മലബാറിനെ കുറിച്ച് പറയുന്നുണ്ട്. മലബാറിലെ വിദ്യാഭ്യാസം നമുക്കറിയാലോ, ഈ തിരുനാവായയും ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്, നമ്മുടെ ജീനിലുണ്ട്. അതിനെ സമയോചിതമായിട്ട് സ്വീകരിച്ച് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഫലം ചെയ്യാൻ നമുക്കാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ പണ്ട് മുതലേ സമൂഹം വിദ്യാഭ്യാസത്തിൽ പങ്കാളിയായിരുന്നു. അത് പിന്നീട് നമ്മൾ എയ്ഡഡ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാലും സമൂഹ പങ്കാളിത്തത്തോടു കൂടി വിദ്യാഭ്യാസം ആദ്യം മുതലേ നിലനിർത്തിയ സ്ഥലമാണ് കേരളം. വളരെ മെച്ചമുണ്ടാകുന്നതിന്. രാമായണത്തിലൊക്കെ പള്ളിക്കൂടങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ആചാര്യൻ തുടങ്ങി വെച്ചിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് NEP-യിലൂടെ എന്തൊക്കെ മാറ്റം വരുന്നതാണ് സർ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക? ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ രണ്ട് കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യം. ഒന്ന്, അറിവിനെ വീണ്ടും വർദ്ധിപ്പിക്കുക, അതാണ് ഗവേഷണം. പിന്നെ അറിവിനെ ഇന്നത്തെ എല്ലാ പ്രതിസന്ധിക്കും പരിഹാരമായിട്ട് പ്രയോഗിക്കുക, ഇന്നോവേഷൻ. വെറുതെ ഒരു ആപ്ലിക്കേഷനല്ല, ഒരാൾ തുടങ്ങി അതേപോലെ അതിങ്ങനെ അപ്ലൈ ചെയ്യല്ല, ഇന്നോവേറ്റ് ചെയ്യണം ഒരു നവീന രീതിയിൽ. അപ്പോൾ ഈ രണ്ടിനും ഒരു ആളെ തയ്യാറാക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ ആ രീതിയിലാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ റീസ്ട്രക്ചർ നടക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട്, അതായത് ഒരു കുട്ടിക്ക് വ്യത്യസ്ത വിഷയങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാനും അത് പ്രയോഗിക്കാനും സാധിക്കുക. കൂടുതൽ ഗവേഷണങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിലെ കൂടുതൽ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുക, പഠനത്തിൻ്റെ രീതി തന്നെ കുറച്ച് ഗവേഷണാത്മകമാക്കുക. അപ്പോൾ ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിലെ എൻറോൾമെൻറ്റും വർദ്ധിപ്പിക്കുക, തൊഴിൽ നേടേണ്ട ആൾക്കാർക്ക് തൊഴിൽ പരിശീലനം കൂടി നൽകുക. പഠിത്തം കഴിഞ്ഞ് വന്നിട്ട് ഒരു തൊഴിലില്ലാ പടയായിട്ട് മാറുന്നതിന് പകരം തൊഴിൽ സ്വയം സൃഷ്ടിക്കാൻ സാധിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ, യുവാക്കളെ ഓറിയൻറ്റ് ചെയ്യാം. അതൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. സ്വയം പര്യാപ്തതയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള. അപ്പോൾ അങ്ങനത്തെ ചില യൂണിവേഴ്സിറ്റികൾ തന്നെ അവരെന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ പല കഴിവോടും കൂടി വരുന്ന കുട്ടികളാണ്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അതിനൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഛത്തീസ്ഗഡിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ കുട്ടികളിൽ ഇപ്പോൾ 35% കുട്ടികളും അവരെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ പഠിക്കുന്നു. അവരവരുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും അവിടെ ജോലി ചെയ്യുന്നു. ജോലി കാരണം അവിടെ സ്വീപ്പർ പണിയൊന്നല്ല എടുക്കുന്നത്, അവരുടെ കഴിവുകൾ. അവരിപ്പോൾ മോട്ടോർ ബൈക്ക് അടക്കം ഉണ്ടാക്കുന്നുണ്ട് ഒഴിവ് സമയങ്ങൾ. അങ്ങനെ ചെറിയ ക്രാഫ്റ്റുകൾ, അതൊക്കെ വലിയ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റുന്നു. ഒരു ഹബ്ബായി മാറിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് മാതൃകയായി മാറും. ഇപ്പോൾ നമ്മളെന്താ വിദേശത്ത് പോയിട്ട് പഠനവും തൊഴിലും ഏണിങ് ആൻഡ് ലേണിംഗ് എന്ന് പറഞ്ഞ് പോകുന്നു. എന്നിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് രാത്രി പെട്രോൾ അടിക്കുന്നു, പകൽ പഠിക്കുന്നു. ഇതൊന്നുമല്ല, അവൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അയാളുടെ ഹോബി അത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ചില മോഡൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.